ഹലോ. അപ്പോൾ നമ്മൾ ഇന്നലെ കൊടക്കാട്ട് ഒരു അമ്പലത്തിൽ അവിടെ ആ കാവൊക്കെ നവീകരിച്ചിട്ട് അവിടെ അന്നദാനം പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി. എൻ്റെ അച്ഛൻ്റെ നാട്ടിലാണത് കൊടക്കാട്ട്. അപ്പോൾ അവിടെയുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അവിടെ അക്ഷരശ്ലോകവും ഒക്കെ ഉണ്ടായിരുന്നു മുമ്പിൽ തന്നെ. പിന്നെ നമ്മൾ കാവിൻ്റെ ഉള്ളിലൊക്കെ കയറി നമ്മൾ തൊഴുത് ഭണ്ണാരത്തിലൊക്കെ പൈസ ഇട്ട് മഞ്ഞക്കുറിയില്ലേ, തെയ്യത്തിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്നതാണത്. മഞ്ഞക്കുറിയൊക്കെ തൊട്ടു. പിന്നെ ഇത് കണ്ടോ, ഇത് അവിടെ തെയ്യം ഉണ്ടാകുമ്പം ആ പുലീൻ്റെ ഒക്കെ രൂപത്തിലിരുത്തി തെയ്യത്തിന് ഇങ്ങനെ വലിക്കും, അതാണത്. പിന്നെ നമ്മൾ ചുറ്റുമൊക്കെ നടന്ന് കണ്ടു. എല്ലാം പുതിയതാക്കിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ സൈഡിൽ നമ്മളെ തെയ്യത്തിൻ്റെ വാളും പരിചിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒരു വലിയ പുലി, ഈ പുലീൻ്റെ പുറത്താണ് തെയ്യം. ഞാൻ പറഞ്ഞില്ലേ, ഉത്സവത്തിൻ്റെ സമയത്ത് തെയ്യത്തിന് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റും വലിക്കും, കാവിൻ്റെ ചുറ്റും. അതിൻ്റെ അകത്ത് തന്നെ ഒരു ആൽമരമുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഇന്നലെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാം നല്ല ഇതാക്കി. പിന്നെ അച്ഛൻ്റെ കുറേ പഴയ ആൾക്കാരൊക്കെ അവിടുന്ന് കണ്ട് അവർ വർത്തമാനം പറഞ്ഞ്. പിന്നെ മെയിൻ സ്ഥലം നമ്മൾ അന്നദാനം ഉണ്ടായിരുന്നു അവിടെ. നല്ല അച്ചാറും ഉപ്പേരിയും കടലയും കൈമൊളീഷും നല്ല ചൂട് ചോറും നല്ല സാമ്പാറും ഒക്കെ എടുത്തിട്ട് നമ്മൾ സീറ്റിൽ പോയിരുന്ന അച്ഛനും അമ്മയും കണ്ണനും എല്ലാവരും വന്ന് നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ട് എല്ലാം കഴിച്ചു. നല്ല ചൂടായിരുന്നു ചോറ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഉച്ചക്ക് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കണ്ണനാണെങ്കിൽ ചൂടെടുത്തിട്ട് അവിടെ ഒരു ഫാൻ ഉണ്ടായിരുന്നു, അതിൻ്റെ മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കുന്നതായിരുന്നു. എന്നിട്ട് അവിടെ വെച്ച തെയ്യം, ഇതൊക്കെയാണ് അവിടെ ഉണ്ടാകുന്ന തെയ്യം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു.